ഹായ് ഹലോ വെൽക്കം ടു ചാനൽ. നമ്മളിന്ന് ചിക്കൻ 65ൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചിക്കനും ഈ ഡാർലിങ്ങിൻ്റെ ചിക്കൻ 65 മസാല മാത്രം മതി. വേറെ ഒന്നും നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വേറെ ഒരു പൊടികളും നമുക്കതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടിട്ട് ചിക്കൻ 65 നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ചിക്കനേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 1/2 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ ചിക്കൻ 65 മസാലയാണ് ചേർക്കാൻ പോകുന്നത്. ഇതൊരു 10 രൂപയുടെ ചെറിയ പാക്കറ്റാണ് കേട്ടോ. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫുള്ള് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു പാക്കറ്റ് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഉപ്പ് വരെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മളതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആകെ നമുക്ക് വരുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഇത്രയും മാത്രം മതി. കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് അതേപോലെ തന്നെ ഇത് ഭയങ്കര ചെറിയ അല്ലി വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ ഇത്തിരി വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി മാത്രം മതി. അത്രയും മാത്രം ഇട്ട് കൊടുക്കണം. അത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വല്ലതും ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക്, പേസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. അതിന് ശേഷം ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഈ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒരു ടീസ്പൂണൊന്നും ഒഴിക്കണില്ല. അതിൽ ഒരു പകുതി ഒഴിക്കണമല്ലോ, ഒരു 1/2 ടീസ്പൂൺ മാത്രം വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഇതെല്ലാം ഈ പൊടിയും ഇതെല്ലാം അതാവുന്നത് പോലെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ ഈ സ്മെല്ലൊക്കെ എല്ലാമോ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് അതിലിട്ടൊന്ന് മിക്സ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ളത് ഇത് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കാം. ഞാൻ അത്ര നേരം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കണത് കേട്ടോ. ഓയിലല്ല ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ടിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പീസെല്ലാതും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ ചുമ്മാ മാർജിൻ ഫ്രീ പോയപ്പോഴത്തേക്കും ഈ ചിക്കൻ 65ൻ്റെ മസാലപ്പൊടി കണ്ടിട്ട് വെറുതെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കടയിൽ പോകുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അധികം വിലയൊന്നുമില്ല, 10 രൂപയുള്ളൂ ആ പാക്കറ്റിന്. ഒന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് 2 സൈഡും നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട്. 65 നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാനായാലും എന്തിൻ്റെ കൂടെ കഴിക്കാനായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.